പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സന്ദീപ് വാര്യനി കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ KPCC നേതൃത്വം സന്ദീപിനെ ഉൾപ്പെടുത്തി എന്ന വാർത്ത നേരത്തെ പറഞ്ഞിരുന്നു. ശ്രീകുമാരനാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ ചെയ്യുന്നത്. ശ്രീത്ത്, സന്ദീപ് വാര്യർക്ക് പാർട്ടിയിൽ കിട്ടുന്ന ആദ്യത്തെ ഒഫീഷ്യൽ ഉത്തരവാദിത്തം അല്ലേ? തീർച്ചയായും ദീപ്തി മേരി വർഗീസ് KPCCയുടെ സംഘടനാ ചുമതല ഒക്കെയുള്ള ജനറൽ സെക്രട്ടറി, കാര്യങ്ങൾ തീരുമാനിക്കുന്ന മാധ്യമവിഭാഗത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ജനറൽ സെക്രട്ടറി ആയ ദീപ്തി മേരി വർഗീസാണ് ഇത്തരത്തിലൊരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു നിയമന ഉത്തരവ് എന്ന തരത്തിൽ തന്നെ ഇറക്കിയിരിക്കുന്നത്. അതിന്റെ പകർപ്പാണ് നമ്മൾക്ക് അല്പസമയം മുൻപ് ലഭിച്ചത്. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ ഒരു പ്രത്യേക പട്ടിക തന്നെ കോൺഗ്രസിനുണ്ട്. സാധാരണ CPIM-ലായിരുന്നു അത്തരത്തിലൊരു പട്ടിക അവരായിരുന്നു നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ KPCCയും അത്തരത്തിലൊരു നടപടിയിലേക്ക് കുറച്ചു കാലമായി അവരും പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് വിശദീകരിക്കുന്ന ഒരു പട്ടികയിലേക്കാണ് BJP-യിൽ നിന്ന് എത്തിയ മുൻ BJP നേതാവ് സന്ദീപ് വാര്യരെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സന്ദീപിന്റെ പുതിയ പാർട്ടിയിലെ ആദ്യ ചുമതലയാണ്. അതിനുശേഷം അടുത്ത് തന്നെ KPCCയുടെ ഒരു ജനറൽ സെക്രട്ടറി പോസ്റ്റ് അടക്കം സന്ദീപിന് ഓഫർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അത്തരത്തിലൊരു KPCCയുടെ ജനറൽ സെക്രട്ടറിയായി സന്ദീപ് വാര്യരെ വീണ്ടും നമുക്ക് കാണാൻ കഴിയും. അത് തത്വത്തിൽ ധാരണയായതാണ്. എന്തായാലും പാർട്ടിയുടെ ഒരു ഔദ്യോഗിക ചുമതല എന്ന തരത്തിൽ ആദ്യ ഘട്ടത്തിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക, പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകൾ വിശദീകരിക്കുക എന്നാണ്. BJP-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരിക്കും കൂടുതൽ സന്ദീപ് വാര്യർ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ആദ്യ ചുമതല ലഭിച്ചിരിക്കുന്നു. പാർട്ടിയുടെ സംഘടനാ ചുമതല എന്ന തരത്തിൽ അടുത്ത 2 മാസത്തിനുള്ളിൽ തന്നെ തീരുമാനമാകുമെന്നാണ് ചില വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന.